നമസ്കാരം. ഇന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദ്യയാണ്. നല്ല നാടൻ മലയാളി സദ്യ. ഓണസദ്യ എന്നാണ് മെയിനായിട്ട് പറയുക. കാരണം ഓണത്തിനാണ് നമ്മളധികം സദ്യ ഉണ്ണാറുള്ളത്. പക്ഷേ വിഷു സദ്യ എന്ന് പറഞ്ഞൊരു സംഭവം ഞാനിപ്പോൾ അടുത്ത് ഞങ്ങൾ പൂനെയിലായതുകൊണ്ട് എനിക്കറിയില്ല നാട്ടിലുണ്ടോ, ഇതൊരു ട്രെൻഡ് ആയിട്ട് ഇവിടെ തുടങ്ങിയതാണോ അതോ പുതിയ സംഭവം കൊണ്ടെന്നാണോ എന്താണെന്നറിയില്ല. ഞാനിതുവരെ കേട്ടിട്ടില്ല വിഷു സദ്യ എന്നുള്ളത് നമ്മളിവിടെ അറ്റ്ലീസ്റ്റ്. പക്ഷേ വിഷുവിന് സദ്യ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. എനിക്ക് പോയി ഉണ്ടാകാൻ പറ്റിയില്ല, പക്ഷേ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു ഭക്ഷണം. സോ സദ്യ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും നമുക്കൊക്കെ ഓർമ്മ വരുന്നത് ഓണസദ്യയാണ്. അപ്പോൾ ഓണസദ്യ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് എപ്പോഴും അവിയലാണ്. എല്ലാ എന്താ പറയുക ജില്ലകൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് കേരള. അപ്പം അവിടെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരെയും ടൈപ്പ് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ചില സ്ഥലത്തൊക്കെ സദ്യേൻ്റെ കൂട്ടത്തിൽ നോൺ വെജ് ഉണ്ടാവും എന്ന് പറയുന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ അത്ഭുതമായിരുന്നു. കാരണം ഞങ്ങളൊക്കെ കണക്കനുസരിച്ച് പ്യുവർ വെജിറ്റേറിയൻ ആണ് സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ചില സ്ഥലത്ത് മീനുണ്ടാവും, ചില സ്ഥലത്ത് ഇറച്ചി മസ്റ്റാണ്, അല്ലാണ്ട് അവർക്ക് കഴിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ചില സ്ഥലത്ത് മീനും ഇറച്ചി രണ്ടും വേണം, എന്നാലും മാത്രമേ സദ്യ ആവുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. സോ ആദ്യം അത് കേട്ട സമയത്ത് എനിക്ക് ഭയങ്കര അസ്റ്റോണിഷ്മെൻ്റ് ആയിരുന്നു. ഇതെങ്ങനെ അങ്ങനെ നോൺ വെജിലൊരു സദ്യയോ ഇതെന്താണെന്നുള്ളത്. പക്ഷേ അങ്ങനെ ഉണ്ട്, ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ടെന്നുള്ളത് പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞു. ഞങ്ങളൊക്കെ ചെറുപ്പം മുതൽ അമ്മ ഉണ്ടാക്കിയ സദ്യയാണ് ഞങ്ങൾക്ക് സദ്യ. പിന്നെ ഓണസദ്യ ഉണ്ണാൻ പോകും. ഇങ്ങനെ പരിപാടി ഉണ്ടാവുമല്ലോ, മലയാളി അസോസിയേഷൻ, കേരള അസോസിയേഷൻ, അത് ഇത് കൈരളി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഞങ്ങൾ ഉണ്ണാൻ പോകും. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു ആഗ്രഹമുള്ള കാര്യം. നമുക്ക് കൊതിയായിരുന്നു സദ്യ എന്ന് പറഞ്ഞാൽ. പുറമെ ഉണ്ണാൻ പറ്റുന്ന മലയാളി ഡിഷസ് ഇവിടെ ഇപ്പോൾ വേറെ കുട്ടികളിപ്പോൾ ഞാൻ അന്നൊരു ദിവസം പറഞ്ഞ പോലെ ടിഫിൻ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഞങ്ങൾ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഒക്കെ നമ്മൾ ടിഫിൻ കഴിക്കുന്ന സമയത്ത് പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിഷസ് ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കിട്ടും. കുട്ടികൾക്ക് എസ്പെഷ്യലി. അച്ഛനമ്മയ്ക്കും അമ്മയ്ക്ക് അത്രയും ഡാൻസ് കിട്ടാറില്ല, കാരണം അമ്മ പുറത്ത് വേറെ ആൾക്കാരെ ഭക്ഷണം കഴിക്കാറില്ലല്ലോ, വീട്ടിൽ ഉള്ളതുകൊണ്ട്. പിന്നെ നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ ഓർഡർ ചെയ്യുക, അല്ലാണ്ട് വേറെ വീട്ടിലുണ്ടാക്കിയ ടേസ്റ്റ് നമുക്ക് അറിയാൻ കിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് എനിക്കും എൻ്റെ അനിയനും സ്പെഷ്യലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിയലാണ്. രണ്ടുപേർക്കും വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങളത് ആ ടൈം തന്നെ തീർക്കും. ആ ദിവസം എന്നല്ല, അത് രാത്രിത്തേക്ക് തന്നെ വെക്കാമെന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള പരിപാടിയാണ്. അത് വേഗം തന്നെ ഞങ്ങൾ എന്താ പറയുക തീർത്ത് കളയും, കാരണം ഞങ്ങൾക്ക് അത്ര ഇഷ്ടമാണ്. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം വെള്ളം വേണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ അടിയായിരിക്കും. കൂടുതൽ ഇവന് കൊടുത്തു, എനിക്ക് കുറവ് കിട്ടിയത് അങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര അടിയായിരിക്കും. അപ്പോൾ അത്രയും ഞങ്ങൾ ഫേവറേറ്റാണ് അവിയൽ, ഞങ്ങൾ അമ്മ ഉണ്ടാക്കുന്ന അവിയൽ. ഇതിപ്പം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈയിടെയായിട്ട് നമ്മൾ സദ്യ ഉണ്ണാൻ വേണ്ടി ഞങ്ങൾക്കൊക്കെ ഇവിടെ ഇങ്ങനെ കൈരളി, ഞാൻ പറഞ്ഞ പോലെ അങ്ങനത്തെ സമാജങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ, ഊണ് കഴിക്കാൻ, സദ്യ കഴിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അതിലൊരു മസാല കറി, ഒരു ഇഷ്ടു, അതെനിക്ക് അറിഞ്ഞൂടാ ഏത് ഭാഗം, കേരളത്തിലെ ഏത് ഭാഗത്തിലാണ് ഈ ഒരു സിസ്റ്റം ഉള്ളതെന്നുള്ളത്. വെജിറ്റേറിയൻ തന്നെയാണ്, പക്ഷെ എന്നാലും ഈ രണ്ട് സാധനങ്ങളായാലും ഒരു അഡീഷനായിട്ട് അത് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. കാരണം അതൊരു എന്താ പറയുക, ടേസ്റ്റ് ആഡർ അല്ല. അത് കഴിക്കുമ്പോൾ നമുക്ക് ഇത്രയും വേറെ ഐറ്റംസ് കഴിച്ചതിൻ്റെ ടേസ്റ്റ് സപ്രസ് ആയി പോകുന്ന പോലെ എനിക്ക് തോന്നുന്നത്. വേറെ ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവുന്നുണ്ടാവും, പക്ഷേ എനിക്കത് പേഴ്സണലി ഇഷ്ടമല്ല. സോ എൻ്റെ ക്വസ്റ്റ്യൻ സോ എനിക്ക് അമ്മ 2 വർഷം മുന്നേ ഒരു ചലഞ്ച് തന്നു. 9 മാസം കേട്ടോ, ഓണത്തിൻ്റെ 9 മാസം മുന്നേ അമ്മ എന്നോട് പറഞ്ഞു, ഈ വരുന്ന ഓണസദ്യ എല്ലാ പ്രാവശ്യവും അമ്മ ഉണ്ടാക്കും, ഞങ്ങൾ ഇരിക്കും, കഴിക്കും, ഇലയെടുത്ത് കളയും, പോകും, അത്രമാത്രം. പിന്നെ പൂക്കളമൊക്കെ ഇടും, അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഈ കുക്കിംഗ് ഫുള്ളി അമ്മേൻ്റെ ഡ്യൂട്ടിയാണ്. ഇത്രയും ഐറ്റംസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 8-9 ഐറ്റംസ് എന്തായാലും ഉണ്ടാവും. അത് മുഴുവൻ അമ്മയാണ് ഉണ്ടാക്കുക. ആരും പച്ചക്കറിയൊക്കെ മുറിക്കാനൊക്കെ ചില സമയത്ത് അച്ഛനൊക്കെ സഹായിക്കാറുണ്ട്. എനിക്ക് പറ്റുന്ന കുറച്ചൊക്കെ ഞാനിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. പക്ഷേ അമ്മ ഭയങ്കര ഫാസ്റ്റാണ്. അപ്പോൾ അമ്മയ്ക്കത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഞങ്ങളൊക്കെ ഇങ്ങനെ തണുപ്പന്മാരെ കുറച്ചിങ്ങനെ സ്ലോ കളിക്കുന്നുണ്ട്. അമ്മ മിക്കവാറും ഞങ്ങൾ ഒഴിവാക്കാറ്. കാരണം ഇവർ വന്നിട്ട് ഇനിയിപ്പോൾ എങ്ങനെ മുറിക്കണോ, അമ്മ ഇത്ര വലിപ്പം മതിയോ, ഇതിൻ്റെ തോല് കളയണമെന്ന് ഇപ്പോൾ അമ്മ പറയുമോ, ഇതൊക്കെ നിന്നൊക്കെ പറഞ്ഞ് അത് പഠിപ്പിച്ച് കൊണ്ടിരുന്നേക്കാട്ടും ആ സമയം കൊണ്ട് ഞാൻ മുറിച്ച് റെഡിയാക്കുന്നത്. അതുകൊണ്ട് അമ്മ മിക്കവാറും ഞങ്ങൾ ഒഴിവാക്കാറാണ്. ഞാനും ഇതുവരെ ഇൻട്രസ്റ്റ് എടുത്തില്ല പഠിക്കാൻ. പക്ഷേ 2023 അമ്മ എന്നോട് പറഞ്ഞു, ഇപ്രാവശ്യത്തെ ഓണസദ്യ നീ ഉണ്ടാക്കണം. പക്ഷേ അമ്മ എന്താ പറയുക, പ്രോപ്പർലി വളരെ ഫെയറായിട്ട് ഒരു 9-10 മാസം മുന്നേ അമ്മേനോട് പറഞ്ഞു, ഇപ്രാവശ്യത്തെ ഓണസദ്യ നീ ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ. ഭയങ്കര ഈസി ആയിട്ട് ഞാനത് ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്തു. എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് എന്ത് കട്സിലാണ് ഞാനത് പറഞ്ഞത്. പക്ഷേ ഞാൻ എല്ലാ മാസങ്ങളും കടന്നു പോകുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, പ്രാക്ടീസ് ചെയ്യണം, ഈ മാസം നമുക്ക് ഈ 2 ഡിഷസ് ഉണ്ടാക്കി നോക്കണം. അങ്ങനെ ആകുമ്പം എന്താ പറയുക, പ്രാക്ടീസ് ആവുമല്ലോ. 1-2 പ്രാവശ്യമെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കുമ്പോൾ അത് ടേസ്റ്റ് ആയി, അല്ലെങ്കിൽ ആയില്ല, ആദ്യത്തെ പ്രാവശ്യം ശരിയല്ല, രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ശരിയാക്കി, എന്താ ഡിഫറൻസ് ഉള്ളതെന്നൊക്കെ വരാനുള്ളൊരു കോൺഫിഡൻസ് വരിക. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ സ്വഭാവം കാരണം ഞാനത് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് ഓണത്തിൻ്റെ ദിവസം വരെ ഞാനൊന്നും ചെയ്തില്ല. ഒരു ഡിഷ് പോലും ഉണ്ടാക്കി നോക്കിയില്ല. ചോറ് ഉണ്ടാക്കാൻ അറിയാം, പപ്പടം കാച്ചാൻ അറിയാം, പച്ചടി ഉണ്ടാക്കാൻ അറിയാം, ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്.
അത്രേ അറിയുള്ളൂ. പിന്നെ അച്ചാർ ഉണ്ടാക്കാനും അറിയാം, വിളമ്പാനും അറിയാം. പക്ഷേ അതൊരു ചലഞ്ചല്ലല്ലോ, ആർക്കും ചെയ്യാൻ പാടും. പക്ഷേ ബാക്കിയുള്ളത് അവിയൽ, കൂട്ടുകറി, പച്ചടി പിന്നെയും അറിയാം. സാമ്പാർ, പരിപ്പ് ഞങ്ങളിവിടെ വെക്കാറില്ല, അങ്ങനെ സദ്യയായിട്ട് വെക്കുമ്പോൾ വീട്ടിൽ വെക്കാറില്ല. പക്ഷേ ഇത്രയും സാധനങ്ങൾ, ചെറിയ ചെറിയ സാധനങ്ങൾ, ഇപ്പോൾ ക്യാബേജിൻ്റെ ഉപ്പേരിയാണെങ്കിൽ തന്നെ, പക്ഷേ അത് ക്രിസ്പിനെസ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ആ പ്രോപ്പർ സ്റ്റേറ്റിൽ ഉണ്ടാക്കാൻ എനിക്ക് ഷുവറല്ല, എന്താ പറയുക, കോൺഫിഡൻസ് ഇല്ല. ഞാൻ പ്രാക്ടീസേ ചെയ്തില്ല. അമ്മ എന്നെ ഓർമ്മിപ്പിക്കുമായിരുന്നു, 1 മാസമേ ഉള്ളൂ, 2 ആഴ്ചയേ ഉള്ളൂ എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഞാനത് ഈസി ആയിട്ട് എടുത്തു, ആൻഡ് ഐ ഡിഡ്ന്റ് ഡു ഇറ്റ്. അതിനുശേഷം ഓണം ആവുന്നതിൻ്റെ ഒരു ദിവസം മുന്നേ ഞാൻ തന്നെ പോയി അമ്മയും കൂട്ടി നിന്നു, പച്ചക്കറിയെല്ലാം വാങ്ങിക്കൊണ്ടൊന്നും വേണ്ടേ. എന്നിട്ട് അമ്മ എനിക്ക് സൂപ്പർവിഷൻ മാത്രം തന്നു. ഞാനത് മനസ്സിലെടുത്തു, ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കും എന്തൊക്കെ പറ്റിയാലും. കാരണം എൻ്റെ തെറ്റ് കാരണം ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നത്. ഇപ്രാവശ്യം ഞാനത് സക്സസ്ഫുൾ ആക്കിയിരിക്കും. പച്ചക്കറിയൊക്കെ മുറിച്ച് തരാൻ വേണ്ടി അമ്മയും അച്ഛനും സഹായിച്ചു. അമ്മ എനിക്ക് എല്ലാം മുറിച്ച് റെഡിയാക്കി തന്നു, ഞാനും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തു. ഓണം പൂക്കളം അമ്മ ഇടാമെന്ന് പറഞ്ഞു, അത് അമ്മ ചെയ്തു. യൂഷ്വലി നമുക്ക് ചാൻസ് കിട്ടില്ല, കാരണം അമ്മ അടുക്കളയിൽ തന്നെ ബിസി ആയിരിക്കും. അപ്പോൾ ഇപ്രാവശ്യം ആ വർഷത്തിലുള്ള ഓണത്തിന് അമ്മ പൂക്കളിട്ടു. അതിനുശേഷം ഞാൻ കുക്ക് ചെയ്തു. അപ്പോൾ അമ്മ എനിക്ക് പറഞ്ഞു തന്നു, ഇതിങ്ങനെ ആക്കണം, ഇതാക്കണം, ഇത്ര വറുത്ത് കഴിഞ്ഞാൽ അത് എടുക്കണം, അല്ലെങ്കിൽ ഇതിന് ഇത്ര കുക്ക് ചെയ്താൽ മതി, അത് അടച്ച് വെക്ക്, ഇതിന് സിമ്മാക്ക് എന്നൊക്കെ അങ്ങനെ പറഞ്ഞു തന്നു. പക്ഷെ ഒരു ഐറ്റം പോലും അമ്മ തൊടാതെ സക്സസ്ഫുള്ളി ഞാൻ നല്ല അടിപൊളി സദ്യ ഉണ്ടാക്കി. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചാൽ എനിക്ക് ഒന്ന് ഹാഫ് കോൺഫിഡൻസ്, ഭാഗ്യ, ദൈവാനുഗ്രഹം. പിന്നെ ആ പ്രാവശ്യം ഞാൻ രക്ഷപ്പെട്ടു എന്ന് മാത്രം പറഞ്ഞത്. പിന്നെ ഞാനത് അത്രയും റിസ്ക് എടുക്കരുതായിരുന്നു, കാരണം എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണമാണ്. അത് കുളമായി പോയിട്ട് ഇത്രയും ക്വാണ്ടിറ്റിയുള്ള ഭക്ഷണം നാശമായി പോകുന്ന പറഞ്ഞാൽ അടികൊള്ളേണ്ട സംഭവം തന്നെയായിരുന്നു. സോ അപ്പോൾ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു പ്രാവശ്യം അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഐ വിൽ നോട്ട് ഇത്രയും ഡിലേ ചെയ്ത് ഞാനത് നശിപ്പിക്കില്ല. കാരണം എനിക്ക് ഇടാനുള്ള ഡ്രസ്സോ എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണമല്ല, എല്ലാവർക്കും കൊണ്ട് കഴിക്കാനുള്ളതാണ്. സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ്, അപ്പോൾ ഞാനത് കൊണ്ട് കുളമാക്കരുത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി മുതൽ ഞാനങ്ങനെ ചെയ്യില്ല. പക്ഷേ ആ ഒരു പ്രാവശ്യം ഞാൻ സക്സസ്ഫുള്ളി ആയിട്ട് എല്ലാ ഐറ്റവും സൂപ്പർ ടേസ്റ്റായിരുന്നു, വളരെ അടിപൊളി ടേസ്റ്റ്. എല്ലാ ഐറ്റവും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കഴിച്ച് വേറൊരാൾ കഴിച്ച് കഴിഞ്ഞാൽ അറിയാത്ത ഒരാൾ ഉണ്ടാക്കിയെന്ന് പറയില്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ടുണ്ടായി. അതിൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? ഏതെങ്കിലും ഡിഷ്, ഇറ്റ് കുഡ് ബി നോൺ വെജ്, നോർത്ത് ഇന്ത്യൻ, അല്ലെങ്കിൽ വെജിറ്റേറിയൻ, അങ്ങനെ എന്തെങ്കിലും. ഈവൻ മാഗി മുട്ട ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ആൾക്കാർ കരിഞ്ഞു പോയി ഓംലെറ്റ് ഉണ്ടാക്കുമ്പം, അല്ലെങ്കിൽ മാഗി ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം വറ്റി അടി പിടിച്ചു ചട്ടീൻ്റെ എന്നൊക്കെ അങ്ങനെയും പറ്റുന്ന ആൾക്കാരുണ്ട്. സോ അതൊരു ചലഞ്ചല്ല. മുട്ട പുഴുങ്ങാനിട്ട സമയത്ത് ഓഫാക്കാൻ സ്റ്റൗ മറന്നു പോയിട്ട് അത് കരിഞ്ഞിട്ട് പൊട്ടി അതിനകത്തുനിന്ന്, അല്ലെങ്കിൽ അത് ഒട്ടിപ്പോയി കരിഞ്ഞു പോയി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സോ അങ്ങനെയും ഉണ്ടാവും. സോ അറിയാത്തവന് ഒന്നും അറിയില്ല എന്ന് പറയുന്നത്, ആനയും അറിയില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ. സോ അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു. ഡു യു ഹാവ് എനി സച്ച് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസസ്? ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. എല്ലാവർക്കും വായിച്ച് വി ക്യാൻ ഹാവ് ഫൺ. ഓക്കെ, ബൈ.